ഹായ് ഹലോ, ഞങ്ങൾ ഇത്തിരി പച്ചക്കറി കൃഷിയിലാണ് കേട്ടോ. ഞങ്ങളുടെ റെസിഡൻസിൽ നിന്ന് കുറച്ച് പച്ചക്കറി തൈകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മാറ്റി കുഴിച്ചിടുന്ന തിരക്കിലാണ്. കുറച്ചൊക്കെ ഒന്ന് വലുപ്പം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചുകൂടി ഒന്ന് മാറ്റി കുഴിച്ചിടാൻ വേണ്ടി ഗ്രോ ബാഗിലൊക്കെ മണ്ണ് നിറച്ചുകൊണ്ടിരിക്കുകയാണ്. ഒറ്റയടിക്ക് എല്ലാം കൂടി നടക്കില്ല. അപ്പോൾ ഞാൻ കുറച്ചായിട്ട് പാതി ബാഗിൽ ഇങ്ങനെ നിറച്ച് വെച്ചിട്ട് മാറ്റി കുഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. എന്നെ ഹെൽപ്പ് ചെയ്യാൻ ഇവിടെ കുഞ്ഞി കർഷകരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവരും കൂടി എല്ലാ കാര്യങ്ങളും കണ്ടറിയട്ടെ. ഇപ്പോഴത്തെ മക്കൾക്ക് നമ്മൾ ഫോണിലുള്ള എന്തെങ്കിലും ഒരു ചെറിയ കാര്യം ചോദിച്ചാൽ അവരെ വളരെ ഡീറ്റെയിൽ ആയിട്ട് അറിയാം. പക്ഷെ ഒരു ചെടി കുഴിച്ചിടുന്നതോ കായ ഉണ്ടാവുന്നതോ കാര്യങ്ങളൊന്നും അറിയില്ല അല്ലേ. ഇനി വരുന്ന കാലത്തെ എന്തെങ്കിലും ഭക്ഷണങ്ങളൊക്കെ നല്ല വിഷമില്ലാത്ത കഴിക്കണമെങ്കിൽ നമ്മൾ തന്നെ വെച്ചുണ്ടാക്കണം. അല്ലെങ്കിൽ ഒക്കെ കിട്ടുന്നത് നമ്മൾ രാവിലെ എണീറ്റ് ബ്രഷ് ചെയ്യുന്ന പേസ്റ്റ് മുതൽ രാത്രി കിടക്കുമ്പോൾ കഴിക്കുന്ന ഭക്ഷണം വരെ എല്ലാം കെമിക്കലാണല്ലേ. അപ്പോൾ അങ്ങനെയായി ഇപ്പോൾ. ബാക്കി എല്ലാ കാര്യത്തിനും ഇമ്പോർട്ടൻസ് കൊടുക്കുക, നമ്മൾ ഭക്ഷണത്തിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാതെയായി. അതുകൊണ്ട് തന്നെയാണ് ഓരോ അസുഖങ്ങളുടെയും കാരണം. അപ്പോൾ നമ്മളെ മക്കൾക്ക് നല്ല ഭക്ഷണം കൊടുക്കണമെങ്കിൽ നമ്മൾ തന്നെ വീട്ടിൽ വിഷമില്ലാത്ത ഓരോന്ന് വെച്ചുണ്ടാക്കി പിടിപ്പിക്കണം. അപ്പം ഇവരെ മണ്ണും വെള്ളവും ഒക്കെ തൊട്ടറിഞ്ഞ് വളർത്തണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. കുറച്ച് കഴിഞ്ഞാൽ എന്തായാലും ഇവരൊന്നും പിടിച്ചാൽ കിട്ടില്ല. അപ്പം നമ്മളെ കയ്യിൽ ഒതുങ്ങുന്ന സമയത്ത് എല്ലാം പറഞ്ഞു കൊടുത്ത് ഒക്കെ ചെയ്യിക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ചെടി നനയ്ക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഇവർക്ക് രണ്ടാക്കും. വെള്ളം പിന്നെ കുട്ടികളുടെ ഒരു വീക്ക്നെസ് ആണല്ലോ. ഇപ്പോൾ ഒക്കെ ചെടീനെ വെള്ളം ഒഴിച്ചങ്ങോട്ട് കൊല്ലുന്ന തരത്തിലാണ് ഇപ്പോഴത്തെ വെള്ളമൊഴിക്കൽ കേട്ടോ. പിന്നെ ഞാനിങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ അതിനനുസരിച്ച് മാറ്റി ചെയ്യുന്നുണ്ട് കേട്ടോ ഓരോ ദിവസം. അങ്ങനെ എല്ലാവരും കണ്ടറിഞ്ഞ് വളരട്ടെ, അവരും ഒരു നല്ല കർഷകരായിട്ട് വളരട്ടെ. ഇപ്പോഴേ ഇങ്ങനത്തെ ഓരോന്നിലേക്ക് തിരിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫോണ് തോണ്ടിയിരിക്കുന്നതിനെങ്കിലും കുറച്ചൊരു വ്യത്യാസം ഉണ്ടാവുമല്ലോ. എങ്ങനെയായാലും നടക്കട്ടെ.